നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്. ഭക്ഷ്യസുരക്ഷയിൽ കേരളം ഒന്നാമതാണെന്ന് മന്ത്രി വീണ ജോർജ്. മലപ്പുറം കോട്ടക്കുന്നിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഫുഡ് സ്ട്രീറ്റ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം പാലിക്കുന്നതിൽ സംസ്ഥാനം മുന്നിലാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പല മണ്ഡലങ്ങളിലും കൊണ്ടോട്ടിയിൽ ഉൾപ്പെടെ, പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ, കുറ്റിപ്പുറത്ത് ഉൾപ്പെടെ, മലപ്പുറം മെഡിക്കൽ കോളേജിൽ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഒട്ടേറെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ സാധ്യമാക്കാൻ കഴിയും. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നമ്മുടെ ലാബ്, VRDL ലാബ്, എല്ലാ വൈറസുകളെയും പരിശോധിക്കാൻ കഴിയുന്ന, നിപ്പ ഉൾപ്പെടെയുള്ള വൈറസുകൾ പരിശോധിക്കാൻ കഴിയുന്ന ലാബായിട്ട് മഞ്ചേരിയിലെ ലാബ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ഞാനിത് പറഞ്ഞത് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിനൊപ്പം അതേപോലെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യസുരക്ഷയും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. 2011 പാസ്സാക്കിയ ആക്ട് ആണെങ്കിലും ഈ ഘട്ടത്തിലാണ് ആ ആക്ടിലെ ഹെൽത്ത് കാർഡ് നമ്മൾ നടപ്പിലാക്കിയത്. അതോടൊപ്പം തന്നെ അനുബന്ധമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി, ഓൺലൈനായിട്ടുള്ള റിപ്പോർട്ടിംഗ് സജ്ജമാക്കി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ഇതിൽ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ഫുഡ് സ്ട്രീറ്റുകൾ സംസ്ഥാനത്ത് 4 ഇടത്താണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ ഈ 4 ഇടത്ത് ആരംഭിച്ചപ്പോൾ അതിൽ തിരുവനന്തപുരം ഉണ്ട്, എറണാകുളമുണ്ട്, കോഴിക്കോടുണ്ട്, 4ാമത്തേത് മലപ്പുറത്താണ് ആരംഭിച്ചത്. അപ്പോൾ സംസ്ഥാനത്തെ 4 ഇടങ്ങളിൽ ഫുഡ് സ്ട്രീറ്റുകൾ ആരംഭിച്ചപ്പോൾ അതിൽ 1 മലപ്പുറത്താണ് ആരംഭിച്ചിട്ടുള്ളത്. പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ റോഡ് സൈഡുകളിൽ നമുക്ക് സൈൻ ബോർഡുകൾ കാണാൻ കഴിയും. അതിൽ കാണുക മലപ്പുറം കോട്ടക്കുന്ന് ഇത്ര കിലോമീറ്റർ. അപ്പം അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ മലപ്പുറം കോട്ടക്കുന്നിനെ കുറിച്ച് മനസ്സിലാക്കി. ടൂറിസ്റ്റ് ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച കോട്ടക്കുന്നിലുണ്ട്. വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ദിനേനയൊന്നോളം വന്നു പോകുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശ ടൂറിസ്റ്റുകളും ധാരാളം വന്നു പോകുന്ന ഒരു ജില്ലയാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അത്രമാത്രം വിനോദസഞ്ചാരം ഇഷ്ടപ്പെടുകയും വിനോദസഞ്ചാരത്തിന് സമയം ചെലവഴിക്കുന്നവരുമാണ് മലപ്പുറം ജില്ലക്കാർ. കോട്ടക്കുന്നിൽ വന്നില്ലെങ്കിലും മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെങ്കിലും മലപ്പുറക്കാർ പോകും. നമ്മൾ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ കോട്ടക്കുന്നിൽ വരുന്നവരും കൂട്ടത്തിലുണ്ട്. എല്ലാവരും കോട്ടക്കുന്ന് വന്നിരിക്കലും കോട്ടക്കുന്നിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരുണ്ട്. കോട്ടക്കുന്നിൽ പല ഭാഗത്ത് ആളുകൾ വരുന്നുണ്ട്. വിദേശ ടൂറിസ്റ്റുകൾ മിക്കവാറും വരുന്നത് നമ്മൾ കോട്ടക്കൽ ആര്യവൈശാലികയിൽ ചികിത്സക്കൊക്കെ വരുന്ന വിദേശികൾ. മലബാർ മേഖലയിലെ ഭക്ഷ്യ ടൂറിസം മേഖലയ്ക്ക് പുതുജീവൻ നൽകുന്നതിനും പ്രാദേശിക സംരംഭകർക്കും സേവന ജീവനക്കാർക്കും നിരവധി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹെൽത്ത് മിഷൻ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എന്നിവയുടെ സംയുക്ത സംരംഭമായ പദ്ധതിയിൽ 12 ഭക്ഷണശാലകൾ, ഡൈനിംഗ് സൌകര്യം, മാലിന്യ സംസ്കരണം, സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങി ആവശ്യ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1 കോടി രൂപ ഉപയോഗിച്ചാണ് കോട്ടക്കുന്നിൽ ഫുഡ് സ്ട്രീറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലാ കളക്ടർ VR വിനോദ്, നഗരസഭാ കൌൺസിലർ നിജ്മ സബീർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തി, ഭക്ഷ്യസുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണർ TS വിനോദ് കുമാർ, FSSI ഡെപ്യൂട്ടി ഡയറക്ടർ KN ധന്യ, NHM പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ്, DTPC സെക്രട്ടറി വിപിൻ ചന്ദ്ര എന്നിവർ സംസാരിച്ചു. MTN ന്യൂസ്, മലപ്പുറം. ഹൃദയം പറയും ആധാർ ഗോൾഡ്. കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.